2026 ജൂലൈ 9 സിറാജ് എഡിറ്റോറിയൽ. വയനാടിന് വീണ്ടും കണ്ണീരിൻ്റെ ജൂലൈ. ദുരന്തത്തിൻ്റെ വേദനകൾ സമ്മാനിക്കുന്ന മാസമായി മാറുകയാണോ ജൂലൈ വയനാട്ടുകാർക്ക്? നൂറുകണക്കിന് മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലും പ്രളയവും സംഭവിച്ചത് 2 വർഷം മുമ്പ് ജൂലൈ മാസത്തിലായിരുന്നു. ഇപ്പോൾ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദുരന്തവും ഇതേ മാസത്തിൽ തന്നെ. ചൊവ്വാഴ്ച 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 5 പേർ കൂടി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. ദുരന്തത്തെ തുടർന്ന് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സർക്കാർ. നിർമ്മാണ കമ്പനിയുടെയും സർക്കാരിൻ്റെയും അശ്രദ്ധയാണ് മണ്ണിടിച്ചിൽ ദുരന്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നിർമ്മാണ സ്ഥലത്ത് മണ്ണ് കൂട്ടിയിടുന്നത് അപകടത്തിന് കാരണമാകുമെന്ന് നിർമ്മാണ കമ്പനിയായ കൊങ്കൺ പ്രതിനിധികൾ കൂടി ഉൾപ്പെട്ട യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പറയുന്നു. മണ്ണ് നീക്കം ചെയ്യണമെന്ന് ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി മാനേജരും കഴിഞ്ഞ മാസം 20 ഉത്തരവിറക്കുകയും ചെയ്തു. എന്നിട്ടും മണ്ണ് നീക്കം ചെയ്യാതെ അവിടെ തന്നെ കൂട്ടിയിടുകയായിരുന്നു. അതേസമയം ഇക്കാര്യത്തിൽ നിർമ്മാണ കമ്പനിയെ മാത്രം കുറ്റപ്പെടുത്തി സർക്കാരിന് കൈ കഴുകാനാകില്ല. തങ്ങൾ നൽകിയ മുന്നറിയിപ്പ് കമ്പനി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത സർക്കാർ വൃത്തങ്ങൾക്കുണ്ട്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ അശ്രദ്ധ കാണിച്ചു. അപകടകരമായ രീതിയിൽ മണ്ണ് കൂട്ടിയിടുന്നത് തടയാനും മുന്നറിയിപ്പ് ലംഘിക്കുന്ന കമ്പനിക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കാനും ദുരന്ത നിവാരണ അതോറിറ്റിക്കും ജില്ലാ കളക്ടർക്കും അധികാരമുണ്ട്. അത് പ്രയോഗിക്കുന്നതിൽ അവർ വീഴ്ച വരുത്തി. ഏറ്റവും സങ്കീർണമായ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളിലൊന്നാണ് തുരങ്കപാത നിർമ്മാണം. മണ്ണിൻ്റെ ഘടന, ഭൂഗർഭശിലകളുടെ സ്വഭാവം, കാലാവസ്ഥാ വ്യതിയാനം, മഴയുടെ തീവ്രത, മണ്ണിടിച്ചിൽ സാധ്യത, വായുസഞ്ചാരം, ജലപ്രവാഹ സാധ്യത, അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി പഠിക്കുകയും തുടർച്ചയായി നിരീക്ഷിക്കുകയും വേണം. നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പുള്ള പഠനങ്ങൾ മാത്രം പോരാ. ഓരോ ഘട്ടത്തിലും സുരക്ഷാ ഓഡിറ്റുകളും വിദഗ്ധ പരിശോധനകളും തുടരേണ്ടതുണ്ട്. വയനാട് പോലുള്ള അതീവ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ചും കൂടുതൽ ജാഗ്രത അനിവാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് വികസന പദ്ധതികളുടെ പ്രവർത്തന രീതികളിലും മാറ്റങ്ങൾ ആവശ്യമാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിർമ്മാണ മാനദണ്ഡങ്ങൾ മതിയാകില്ല നിലവിലെ സാഹചര്യത്തിൽ. പുതിയ കാലാവസ്ഥാ രീതിക്കനുസൃതമായ സുരക്ഷാ നിയമങ്ങളും എഞ്ചിനീയറിംഗ് രീതികളും നടപ്പാക്കേണ്ടതാണ്. അതിലോല പ്രദേശമായതിനാൽ വയനാട്ടിലേക്കുള്ള തുരങ്കപാത എന്ന ആശയത്തോട് നേരത്തെ പരിസ്ഥിതി പ്രവർത്തകരും വിദഗ്ധരും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. എങ്കിലും വയനാട്ടുകാരുടെ യാത്രാ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയിൽ സർക്കാർ അതുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം ഇത്തരം മേഖലയിൽ ഒരു വൻകിട പദ്ധതി തുടങ്ങുമ്പോൾ അത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കണം. ഇതടിസ്ഥാനത്തിലാണ് കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന് കീഴിലുള്ള വിദഗ്ധ വിലയിരുത്തൽ സമിതി പദ്ധതിയുടെ പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ 60ഓളം ഭേദഗതികൾ നിർദ്ദേശിച്ചത്. പിന്നീട് ഈ നിർദ്ദേശങ്ങളെല്ലാം നേർപ്പിക്കുകയോ മാറ്റിയെഴുതുകയോ ആയിരുന്നു. ഈ സാഹചര്യത്തിൽ തുടക്കത്തിൽ തന്നെ സംഭവിച്ച മണ്ണിടിച്ചിൽ ദുരന്തം ഒരു മുന്നറിയിപ്പായി കണ്ട് വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരമാവധി പാലിച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ. പദ്ധതി കടന്നുപോകുന്ന പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങൾ ചെറിയ പ്രകമ്പനങ്ങളെപ്പോലും അതിജീവിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളാണെന്ന കാര്യം അധികൃതർ വിസ്മരിക്കരുത്. ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുരങ്കപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഭാവികവും തികച്ചും അനിവാര്യവുമായ നടപടിയാണ്. മണ്ണിടിച്ചിലിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും നിർമ്മാണത്തിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്താനും ഇടവേള ആവശ്യമാണ്. എന്നാൽ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിലേക്ക് വഴിമാറരുത്. വയനാട് ജനത നൂറ്റാണ്ടുകളായി അനുഭവിക്കുന്ന കടുത്ത യാത്രാ ദുരിതത്തിന് പരിഹാരമെന്ന നിലയിലാണ് തുരങ്കപാത വിഭാവനം ചെയ്യപ്പെട്ടത്. താമരശ്ശേരി ചുരത്തിലെ നിരന്തര ഗതാഗതക്കുരുക്കും മഴക്കാലത്ത് ചുരത്തിലുണ്ടാകുന്ന മണ്ണിടിച്ചിലും മറ്റും കാരണം ബാഹ്യ ലോകവുമായി ബന്ധപ്പെടാൻ പ്രയാസപ്പെടുന്ന മലയോര ജില്ലയ്ക്ക് ഈ അടിസ്ഥാന വികസനം അനിവാര്യമാണ്.
പ്രത്യേകിച്ചും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ചുരത്തിലെ ഗതാഗതക്കുരുക്കിൽ അകപ്പെടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും എത്തിപ്പെടാൻ ഇതേറെ സഹായകമാകും. വിദഗ്ധ സമിതിയുടെ മേൽനോട്ടത്തിൽ പദ്ധതിയുടെ സുരക്ഷാ ഓഡിറ്റിംഗ് പൂർത്തിയാക്കിയും പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതം പരമാവധി കുറച്ചും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയും പദ്ധതി പൂർത്തിയാക്കി നിർദ്ദിഷ്ട സമയത്തിനകം തന്നെ നാടിനു സമർപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്.